ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലപ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ മതം ഒഴിവാക്കിയ ആൾക്കാരല്ലേ, പിന്നീട് നിങ്ങൾ എന്തിനാണ് മതത്തിൽ അഭിപ്രായം പറയുന്നത്? മത നിയമങ്ങളിൽ എന്താണുള്ളത്? നിങ്ങളത് ഫോളോ ചെയ്യുന്നില്ലേ? നിങ്ങളോടല്ലേ അതിനെക്കുറിച്ച് ചോദിക്കുന്നത്. ഞാനത് പിന്തുടരാത്തത് എന്തുകൊണ്ടാണ് എന്നല്ലേ പറയുന്നത്. ആ മതനിയമങ്ങൾ ഞാൻ പിന്തുടരാത്തതിന്റെ കാരണം പറയുമ്പോൾ അതല്ല, ഞങ്ങളുടെ മതം മാനവികമാണ്, ജനാധിപത്യപരമാണ്, സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സമത്വവുമാണ് വിളമ്പുന്നത് എന്ന് പറയുമ്പോൾ അതല്ല. നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ ഇന്ന ഇന്ന അധ്യായങ്ങളിൽ ഇന്ന ഇന്ന വചനങ്ങളിൽ സ്ത്രീ വിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതകളും അന്യമത വിരുദ്ധതകളുമാണുള്ളത് എന്ന് പറയാൻ നിങ്ങളുടെ മതപ്രമാണങ്ങൾ എടുത്തല്ലേ പറ്റൂ. നിങ്ങൾ നിരീശ്വരവാദികളല്ലേ, യുക്തിവാദികളല്ലേ? നിങ്ങൾക്ക് നാണമുണ്ടോ ഇസ്ലാമിനെ വിമർശിക്കാൻ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ. പേര് മാറ്റിക്കൂടെ? വീണ്ടും എന്തിനാണ് ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്നത് എന്ന്? നിനക്കൊക്കെ എങ്ങനെയാണടാ ഇസ്ലാം കിട്ടിയത്? അതേപോലെ തന്നെ കിട്ടിയതാണ് എനിക്കും ഇസ്ലാം. നിന്റെയൊക്കെ തന്തയിലൂടെയും തള്ളയിലൂടെയും അല്ലേ നിനക്കൊക്കെ മതം കിട്ടിയത്? എനിക്കും അതെ. എൻ്റെ അപ്പൻ്റെ അമ്മയിലൂടെയും എനിക്കും മതം കിട്ടിയത്. അപ്പൊ ഞാനും നീയും തുല്യരല്ലേ? നീ മതത്തെ എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് അതിനേക്കാൾ ഒരു പടി മുമ്പിലായിരുന്നു ഞാനും. കാരണം ഞാൻ ഈ മതം പഠിച്ചതാ. ഈ മതം പഠിച്ച് ഇത് പഠിപ്പിച്ച് ഇത് ഫോളോ ചെയ്ത് ഇതിനു വേണ്ടി മാത്രം ജീവിതം മാറ്റി വെച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ മതത്തെ സംബന്ധിച്ച് നൂലാമാലകൾ ഇഴകേറി പരിശോധിച്ചിട്ടാണ് മറുപടി പറയുന്നത്. ഇനിയും ഇവര് ചോദിക്കും, ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നൊക്കെ അമുസ്ലിങ്ങളെ അങ്ങ് കൊല്ലുവാണോ? എന്തിനാണ് അമുസ്ലിങ്ങളൊക്കെ ആ രാജ്യത്തേക്ക് കയറി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ. മുസ്ലിം അല്ലാത്ത ആളുകൾ എന്തിനാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ജോലിക്ക് നിയമിക്കുന്നത് എന്ന് ചോദിക്കേണ്ടത് ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരികളോടാണ്, ഞങ്ങളോടല്ല. ഇനിയും ഖുർആൻ പഠിച്ച ആളുകൾക്ക് ആധുനിക കാലഘട്ടത്തിന് അനുസൃതമായി ജീവിക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയേ പറ്റൂ. ആ മതനിയമത്തെ വലിച്ചെറിഞ്ഞാൽ മാത്രമേ സൗദിയെ പോലെ, ദുബൈയെ പോലെ, ഖത്തറിനെ പോലെ, കുവൈത്തിനെ പോലെ ആധുനികവൽക്കരിക്കാൻ പറ്റൂ. ചില വിഷയങ്ങളിലെങ്കിലും തൊഴിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ അവർക്കതിന് അനിവാര്യമാണ്. മതം പഠിച്ചവരെ അല്ല വേണ്ടത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ കൊണ്ടുപോയി ഒരു മതപുരോഹിതനെ കൊണ്ടുപോയി ഇരുത്താൻ പറ്റുമോ? ഇപ്പൊ ചികിത്സിക്കുന്നതിന് വേണ്ടി മതം പഠിച്ച ഒരാളെ കൊണ്ടുപോയി ഇരുത്താൻ പറ്റുമോ? അവിടെ ഡോക്ടർ വേണം, എഞ്ചിനീയർമാർ വേണം, കമ്പ്യൂട്ടർ വൈദഗ്ധ്യമുള്ള ആളുകൾ വേണം. അതുപോലെ ഏത് മേഖലകളും മാനേജ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആ മേഖലകളിലെ നൈപുണ്യം നേടിയ വിദഗ്ധര് വേണം. അങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ്, അങ്ങനെയുള്ള ആളുകൾ അമുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ അവർക്കൊക്കെ ജോലി കിട്ടുന്നത്. കാര്യം മനസ്സിലായി കാണും അല്ലെ? അതുപോലെ മുഴുവൻ സമയവും മദ്രസ ചിന്തയുമായി നടക്കുന്ന ആളുകളെ കൊണ്ടൊരു രാജ്യത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? ഈ രാജ്യത്ത് അവര് പ്രതിനിധാനം ചെയ്യുന്ന പുരോഗതി എന്താണ്? അവരെ എങ്ങനെയും മതമാണ്. വലത് കൈകൊണ്ട് കുടിക്കണം, ഊതി കുടിക്കരുത്, ഇരുന്ന് കുടിക്കണം, ഉരുട്ടി വാരി വിഴുങ്ങണം, കൈയുടെ വെള്ളം നനയരുത്, ഒന്നുമെടുക്കുമ്പോൾ കാലിന്റെ ഉപ്പൂറ്റിക്ക് നനയണം, വെള്ളമുണ്ടാകണം, അതല്ലെങ്കിൽ നരകമുണ്ടാകും. വയലുള്ളിൽ അക്കാബിമിനാർ, നരകം കിട്ടും. ഉടുതുണി വലിച്ചടിച്ചുകൊണ്ട് നടക്കരുത്. 5 നേരം ബാങ്ക് വിളിച്ചാൽ ഉടനെ തന്നെ നമസ്കരിക്കാൻ ഓടിയേക്കണം. അതിന് വെള്ളിയാഴ്ച ദിവസങ്ങളാണെങ്കിലും ഏത് വ്യാപാര വ്യവസായ മേഖലകളിലാണ് നിങ്ങളെങ്കിലും യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസഉ ഇലാ ദിക്രിൽ, അല്ലാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി ചാടിക്കോ ഓടിക്കോ ഓടിപ്പിക്കോ എല്ലാം വിട്ടൊഴിഞ്ഞ് ഓടി അങ്ങോട്ട് പൊയ്ക്കോളാൻ. ഇങ്ങനെ ഉച്ചയും കുത്തി 5 നേരം മറയുന്നത് കൊണ്ട് രാജ്യത്തിന്, ലോകത്തിന്, സഹജീവികൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതുകൊണ്ട് ഒരാൾക്കും ഒരു ഗുണവുമില്ല. വീട്ടുകാർക്ക് ഗുണമുണ്ടോ? ഇല്ല. ഇസ്ലാമിക രാജ്യത്ത് തൊഴിൽ ചെയ്യുന്ന ആളുകൾ അവര് പഠിച്ച അവരുടെ വൈദഗ്ധ്യം അവർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ടൈമും അവരുടെ എഫേർട്ടും അവരുടെ അറിവുമൊക്കെ. അതുകൊണ്ടാണ് അവർക്ക് ജോലി കിട്ടുന്നത്. അതല്ലാതെ അയ്യോ ഇവിടെ മതേതരത്വമാണ് അതുകൊണ്ടാണ് കാഫിറുകളെ അല്ല. കാഫിറുകളെ നനഞ്ഞ തോർത്തുമുണ്ട് പിഴിഞ്ഞെടുക്കുന്നത് പോലെ അവരുടെ സകലമാന എഫേർട്ടും ഊറ്റിയെടുത്തിട്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിലെ കമ്പനികൾ ഇവർക്ക് പൈസ കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത്. കേട്ടോ, ദുബൈയിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് നല്ലൊരു ശതമാനം സ്ഥാപനങ്ങളും അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പൂർണ്ണമായി അതല്ലെങ്കിൽ ഭാഗികമായി
പങ്കാളിത്തമുള്ളവയല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? മതപരമായി ചിന്തിക്കുകയാണെങ്കിൽ കാഫിറുകളുമായി ടയ്യപ്പാകാൻ പാടുണ്ടോ? കാഫിറുകൾ തൊടുന്നത് നമുക്ക് പറ്റുമോ? നമ്മൾ ഹറാമല്ലേ? കാഫിറുകളുമായി ബന്ധം സ്ഥാപിക്കാൻ പാടുണ്ടോ? വ്യാപാര ബന്ധത്തിന് കരാറുകൾ ഉറപ്പിക്കാൻ പാടുണ്ടോ? മതത്തെ വലിച്ചെറിഞ്ഞത് കൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ആ രൂപത്തിൽ പുരോഗതി പ്രാപിക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇങ്ങനെ സമ്പത്ത് കുമിഞ്ഞുകൂടാൻ കാരണം എന്താണ്? മതമല്ല, ഖുർആനല്ല, ഹദീസല്ല, പ്രവാചക ചര്യകളല്ല, ശാസ്ത്ര സാങ്കേതിക വിദ്യ പരിശീലിച്ച മനുഷ്യരായ ആളുകൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. അവരാണ് കാലിന്റെ ഇടയിൽ പെട്രോളിയം ഉണ്ടെന്ന് പോലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല പ്രവാചകന്. ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിൽ പെട്രോളിയം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ പെട്രോളിയം ഉൽപ്പന്നം കണ്ടുപിടിച്ചത് മാത്രമല്ല, അതിന്റെ ഉപയോഗം കണ്ടെത്തിയതാരാ? കാഫിറുകളാ. അതുകൊണ്ടാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തി ആ സമ്പദ്ഘടനയെ, ആ വ്യവസ്ഥയെ വളർത്താൻ സാധിച്ച തൊഴിലുകൾ ഉണ്ടായത്. അതും മതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ മതവും ഈ ലോകത്തിന്റെ പുരോഗതിയും തമ്മിൽ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മൗഢ്യമാണ് ധാരണകൾ. അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇസ്ലാം മതം വിശ്വസിക്കാത്ത ആളുകളെയൊക്കെ ആ രാജ്യത്ത് നിന്ന് പറഞ്ഞുവിടാൻ പറ്റുമോ? പറ്റില്ല. ഈ മതപുരോഗതി വേണം, മതം മാത്രം മതി എന്നുള്ള ചിന്തയുണ്ടായത് കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിലാണ്. കാരണം ഈ രാജ്യത്തും വിശ്വാസികൾ മാത്രം മതി എന്ന് പറഞ്ഞാൽ, അഫ്ഗാനൊക്കെ അസുഖം വന്നപ്പോൾ ഇന്ത്യയെ ആശ്രയിച്ചതുപോലെ ഡോക്ടർമാരെ ഇവിടെ പറഞ്ഞു വിടേണ്ടി വരും. തുർക്കിയിലും സിറിയയിലും ഒക്കെ സുനാമിയും ഭൂകമ്പം ഒക്കെ ഉണ്ടായ സമയത്ത് ഇന്ത്യയാണ് അവരെ സഹായിച്ചത് എല്ലാ രൂപത്തിലുള്ള പ്രതിരോധങ്ങളുമായി. 10-20 വർഷത്തിനകത്ത് ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി, കാഫറുകളൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് നിലനിൽപ്പില്ല. ആ രാജ്യത്തുള്ള കിതാബ് കൊണ്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് അവർക്കും അറിയാം. മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയെ പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ കിതാബ് കൈ പിടിച്ചിട്ടാണോ? ആ കിതാബ് കയ്യെ പിടിച്ചിട്ട് നയിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാനും അഫ്ഗാനും ഒക്കെ. അതുകൊണ്ടാണ് ഇന്ന് നിത്യദാരിദ്ര്യത്തിൽ കഴിയുന്നത്. ചികിത്സയില്ല, വിദ്യാഭ്യാസമില്ല, നവോത്ഥാനമില്ല, പുരോഗതിയില്ല, വളർച്ചയില്ല, സമ്പത്തില്ല. ആകെയുള്ളത് ആയുധവും യുദ്ധവും മാത്രം. ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മുമ്പേ ഈ രാജ്യങ്ങളിലൊക്കെ മതവിശ്വാസം ഉണ്ടായിരുന്ന രാജ്യങ്ങൾ തന്നെയാണ്. അതിന്റെ അർത്ഥം മതവിശ്വാസികളുടെ രാജ്യത്ത് ഇസ്ലാം വിശ്വാസികൾ ഒരുപാട് കാലം പണിയെടുത്തിട്ടുണ്ടായിരുന്നു. വിശ്വാസികള് ഇപ്പോ ഇവിടത്തെ ഒരു വിശ്വാസി ഒന്ന് നിക്കറിട്ടാല്, ഇവൻ വള്ളി നിക്കറിട്ടോണ്ട് ആളുകളെ പറയിപ്പിക്കാൻ വേണ്ടി നടക്കുക ബർമുടയും ഇട്ടിട്ട്. മുഹമ്മദ് ബിൻ സൽമാൻ ഇട്ടാലോ ബർമുട, അത് ആധുനികം. ഇതെങ്ങനെ ശരിയാക്കുക? ഫോണിലിരുന്ന് സിനിമ കണ്ടാൽ അത് ഹലാലെ, തിയേറ്ററിൽ പോയി ബിഗ് സ്ക്രീനിൽ കണ്ടാൽ അത് ഹറാമോ? വീട്ടിലിരുന്ന് ടി-വിയിൽ സിനിമ കാണുന്നത് പോലെയാണോ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്? ഈ രീതികൾക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ആധുനിക കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന ഈ കാലഘട്ടത്തില് ആണും പെണ്ണും തുല്യരാണ്. എല്ലാ മേഖലകളിലും ആണ് കൈവരിച്ച സകലമാന പുരോഗതികളും സ്ത്രീകൾക്കും സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തില്. ഇന്ന് ജോലി ഒരു ഉൽപ്പന്നമാണ്, മാനവ വിഭവം. ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും പെട്രോൾ വിൽക്കുന്നത് പോലെയാണ് നമ്മളുടെ ഉൽപ്പന്നം. നമ്മൾ എന്താണ് പഠിച്ചത്, നമ്മുടെ എഫേർട്ട്, അതാണ് നമ്മൾ അവിടെ വിൽക്കുന്നത്. അത് മതത്തിന്റെ ഔദാര്യമല്ല, മനുഷ്യന്റെ മാനവിക വിഭവശേഷി വികസിച്ചതുകൊണ്ട് അവൻ മനസ്സിലാക്കിയെടുത്തതാണ്. ഞാനൊരു കാര്യം പഠിക്കുന്നു, എൻ്റെ ടൈമും എഫേർട്ടും അറിവും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്നത് എനിക്ക് മൂല്യമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, യൂട്യൂബ് ഉപയോഗിക്കുന്ന അനേകം മുസ്ലിം പുരോഹിതന്മാരുണ്ട്, മുസ്ലിം സ്ത്രീകളുണ്ട്. എന്താണ് അവർക്ക് അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്? അവരുടെ എഫേർട്ട്, അവരുടെ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് അവർക്ക് പൈസ കൊടുക്കുന്നു. ആരും മോക്ഷത്തിന് വേണ്ടിയിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. നന്ദി.